നമസ്കാരം. കേരളക്കര ആര് ഭരിക്കുമെന്ന് കൃത്യമായി പ്രവചിച്ച് വീണ്ടും കയ്യടി നേടുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ CP റാഷിദ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ റാഷിദിന്റെ പ്രവചനങ്ങൾ അക്ഷരം പ്രതി ശരിവെക്കുന്ന ഫലങ്ങളാണ് പുറത്തുവരുന്നത്. UDF അധികാരത്തിൽ തിരിച്ചെത്തുമെന്നും ഇടതുകോട്ടകൾ തകരുമെന്നുമുള്ള അദ്ദേഹത്തിന്റെ കണക്കുകൾ വെറും തള്ളല്ലെന്ന് ജനവിധി തെളിയിച്ചു. എന്തായാലും അന്ന് അദ്ദേഹത്തിന്റെ പ്രവചനം ഇന്നത് ശരിയാവുകയാണ്. UDF മുന്നണി 91 മുതൽ 102 സീറ്റുകൾ വരെ നേടുമെന്നായിരുന്നു റാഷിദിന്റെ പ്രവചനം. നിലവിൽ UDF 102 സീറ്റുകളിലാണ് ലീഡ് ചെയ്യുന്നത്. വോട്ട് വിഹിതത്തിലും റാഷിദിന്റെ കണക്കുകൾ സത്യമായി 41.5% മുതൽ 45% വരെ വോട്ട് UDFന് ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞപ്പോൾ നിലവിൽ 43.34% എന്ന രീതിയാണ് മുന്നണിക്ക് വോട്ട് ശതമാനം ലഭിച്ചിരിക്കുന്നത്. LDFന്റെ തകർച്ചയും അദ്ദേഹം മുൻകൂട്ടി കണ്ടിരുന്നു. 38 മുതൽ 48 വരെ സീറ്റുകൾ മാത്രമേ ഇടതുപക്ഷത്തിന് ലഭിക്കൂ എന്ന് അദ്ദേഹം പ്രവചിച്ചപ്പോൾ 34 സീറ്റുകളിലേക്ക് LDF കൂപ്പുകുത്തി. 64 സീറ്റുകളിലെ ലീഡുമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി കോൺഗ്രസ് മാറി. CPM വെറും 26 സീറ്റുകളിലേക്ക് ഒതുങ്ങി. മുസ്ലിം ലീഗ് 22 ഇടത്ത് കരുത്തു കാട്ടി. NDA നില മെച്ചപ്പെടുത്തി. BJP നയിക്കുന്ന NDA സഖ്യം 1 മുതൽ 3 സീറ്റുകൾ വരെ നേടുമെന്നായിരുന്നു റാഷിദിന്റെ നിരീക്ഷണം. നിലവിൽ 3 ഇടത്താണ് BJP ജയിച്ചത്. നേമത്ത്, കഴക്കൂട്ടത്ത്, ചാത്തന്നൂരും. 11.45% NDAയുടെ വോട്ട് വിഹിതം. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരുമ്പോൾ രാഷ്ട്രീയ കേരളം ഒന്നടങ്കം ചോദിക്കുന്നത് ഒരേ ഒരു കാര്യം, റാഷിദ് ഇതെങ്ങനെ സാധിക്കുന്നു എന്നതാണ്. ഓരോ മണ്ഡലങ്ങളിലെയും വോട്ടിംഗ് രീതിയും രാഷ്ട്രീയ ചലനങ്ങളും ഇത്ര കൃത്യമായി വിശകലനം ചെയ്ത മറ്റൊരു നിരീക്ഷകനില്ലെന്നും റാഷിദിന്റെ ആരാധകർ പറയുന്നു. UDF പാളയത്തിൽ ആവേശം പടരുമ്പോൾ റാഷിദിന്റെ പ്രവചനങ്ങളും സോഷ്യൽ മീഡിയയിൽ എന്തായാലും വൈറലാവുക തന്നെയാണ്. CP റാഷിദിന്റെ പ്രവചനം അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയത്. UDF 91 മുതൽ 102 സീറ്റുകൾ വരെ, വോട്ട് ശതമാനം 41.5% മുതൽ 45% വരെ. LDF 38 മുതൽ 48 സീറ്റുകൾ വരെ ലഭിക്കാം. വോട്ട് ശതമാനം 36.5% മുതൽ 39.5% വരെ. NDAക്ക് 1 മുതൽ 3 വരെ സീറ്റുകൾ, 14% മുതൽ 17% വരെ വോട്ട് വിഹിതം ലഭിക്കാമെന്നും പറയുന്നുണ്ട്. 2001 ശേഷം ഇടതുപക്ഷത്തേക്ക് അടുത്ത ന്യൂനപക്ഷ വോട്ടിന്റെ പരിപൂർണമായ റിവേഴ്സ് സ്വീപ്പ് നടക്കുമെന്നും സ്വജനപക്ഷപാതം കൂടുതൽ പ്രകടമായി അത് ഇടതടിസ്ഥാന അനുഭവ വോട്ടർമാരെ ഒരേപോലെ നിരാശപ്പെടുത്തി. രാഷ്ട്രീയ നിലപാടിൽ തുടർച്ചയായ അസ്ഥിരത ഇടത് രാഷ്ട്രീയ ബോധ്യമുള്ള മനുഷ്യരെ ആകെ നിരാശപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ വ്യക്തിഗത ഗ്രാഫിൽ സമാനതകളില്ലാത്ത കുറവ് സംഭവിച്ചു എന്നുമാണ് റാഷിദ് അദ്ദേഹത്തിന്റെ പോസ്റ്റിനൊപ്പം എഴുതിയ കുറിപ്പ്. എന്തായാലും രാഷ്ട്രീയ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തേക്ക് വരുമ്പോൾ UDF തരംഗം തന്നെയാണ്. കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നുവരെ കാണാത്ത വിധം ഭരണവിരുദ്ധ തരംഗം ആഞ്ഞടിച്ചപ്പോൾ പിണറായി സർക്കാരിലെ മന്ത്രിപ്പടയും തകർന്നടിഞ്ഞു വീണു. പിണറായി വിജയന്റെ വിശ്വസ്തരും മന്ത്രിസഭയിലെ പ്രമുഖരായ 13 മന്ത്രിമാരാണ് ജനവിധിയിൽ അമ്പയെ പരാജയപ്പെട്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയനും മരുമകൻ PA മുഹമ്മദ് റിയാസും ഉൾപ്പെടെ 7 പേർ മാത്രം ജയിച്ചു കയറിയപ്പോൾ ഇടതുപക്ഷത്തിന്റെ കറുത്തുറ്റ പല കോട്ടകളും തകർന്നു വീണു. ന്യൂനപക്ഷ വോട്ടുകളുടെ വൻതോതിലുള്ള ഏകീകരണവും ശക്തമായ പിണറായി വിരുദ്ധ വികാരവുമാണ് UDFന് ഈ അവിശ്വസനീയമായ വിജയം സമ്മാനിച്ചത്. മന്ത്രിസഭയിൽ പിണറായി വിജയന്റെ കടുത്ത വിശ്വസ്തരായി അറിയപ്പെട്ടിരുന്ന പലരും പരാജയപ്പെട്ടത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘാതവുമായി മാറിയിട്ടുണ്ട്.